ആളുകൾ ഇവിടേക്ക് ഒഴുകുകയാണ് എന്ന് പറയാം. വാഹനങ്ങളിൽ വന്നിറങ്ങുന്നു ആളുകൾ. അത് BJPയുടെ കൊടിവെച്ച വാഹനങ്ങൾ, CPMൻ്റെ കൊടിവെച്ച വാഹനങ്ങൾ, അതോടൊപ്പം കോൺഗ്രസിൻ്റെ കൊടിവെച്ച വാഹനങ്ങൾ, അങ്ങനെ വാഹനങ്ങളിൽ ആളുകൾ വന്നിറങ്ങുകയാണ്. കാരണം ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പരുവത്തിനുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അകത്തേക്ക് കയറി പോകാൻ പോവുകയാണ്. അതെ, കുറേ കാലമായുള്ള കാത്തിരിപ്പാണ്. അത് ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനത്തിലേക്ക് കിടക്കുക. എന്താ പറയാനുള്ളത്? നല്ലൊരു കാര്യമല്ലേ. ഈ നാട്ടുകാരാണോ അതോ? അതെ അതെ, ബാലരാമപുരത്തിന് രാവിലെ വന്നല്ലേ? ബാലരാമപുരത്തിനടുത്ത് മുടവൂർപ്പാറ, ഭഗവതി നട മുടവൂർപ്പാറ ഭാഗത്തുള്ളവരാണ് നമ്മൾ. എന്താ ഈ പദ്ധതി ഇവിടേക്ക് വരുമ്പോഴേ, നിങ്ങൾ ബാലരാമപുരം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ചധികം ദൂരമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ പോലും ഒരു വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പദ്ധതി, നിങ്ങളുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പദ്ധതി അല്ലേ? ജീവിതം മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നല്ലതാണ്. പക്ഷേ ഇവിടെ എല്ലാം കൊണ്ടും നല്ല രീതിയിലൊരു വികസനം നടക്കും. ഇതിനു മുൻപേ വരേണ്ട പദ്ധതിയായിരുന്നു. പക്ഷെ 60 വർഷം കൊണ്ട് കാത്തിരിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ഇത് പണ്ടുപോലെ ആദ്യം ഈ ഫിഷിംഗ് കാർബറിനെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരടക്കം പത്മകുമാറിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാർ ഇവിടേക്ക് എത്തുന്നു. എല്ലാവർക്കും അവകാശപ്പെടാൻ പരുവത്തിനുള്ള പദ്ധതി. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടേക്ക് വരുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന ഫ്ലെക്സുകളും മറ്റുമൊക്കെ ഉണ്ട്. ഓരോ ഫ്ലെക്സിലും എല്ലാവരും അവകാശപ്പെടുകയാണ് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന്. വികസനത്തിൻ്റെ കടലിരമ്പം എന്ന് തന്നെ പറയാൻ പരുവത്തിനുള്ള ഒരു പദ്ധതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നു. അല്പസമയങ്ങൾക്കകം തന്നെ ഉദ്ഘാടനമുണ്ടാകും. ഈ നിൽക്കുന്ന സ്ഥലം എൻ്റെ തൊട്ട് പിന്നിലായി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കവാടത്തിൻ്റെ പരിസരത്താണ്. ഒരു നാടിൻ്റെ വികസനം എങ്ങനെയാണ്, ഒരു പദ്ധതി വരുമ്പോൾ എന്താണ് വിഴിഞ്ഞം പോർട്ട് വന്നാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ച ഒരു ചെറിയ വിഭാഗം ജനമെങ്കിലും ഈ നാട്ടിലുണ്ടായിരുന്നു. അവർക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വികസനമാണ് നമുക്ക് മുന്നിലും പിന്നിലുമായി കാണാൻ കഴിയുന്നത്. 6 വരി പാത ഏറ്റവും മുന്നിലായുള്ള വഴിയിലുണ്ട്, പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴി, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ കൂടി ആ വഴി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നാടിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ തൊട്ടുനിർത്തുന്ന വികസനം ഉണ്ടാക്കാൻ വിഴിഞ്ഞത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടി മാത്രമുള്ള വികസനമല്ല, ഇനി അങ്ങോട്ട് ഈ രാജ്യത്തിൻ്റെ വികസന ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു വികസനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.